For any set A and B, show that P of A intersection B is equal to P of A intersection P of B. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്ലി ആൻഡ് ഈസി കാം ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്സ് ആൽക്കമീനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ സീ ദ ക്വസ്റ്റ്യൻ. P of A intersection B is equal to P of A intersection P of B എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നോക്കുക, രണ്ട് സെറ്റ്, ഇതിപ്പം സെറ്റുകളാണ് അല്ലെ. പി ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പവർ സെറ്റ് ആണ്. പവർ സെറ്റ് എന്താണ്? പവർ സെറ്റ്. സപ്പോസ് എ ഇസ് ഈക്വൽ ടു 1 2 3 ആണെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? സബ്സെറ്റുകളുടെ സെറ്റാണ്. സബ്സെറ്റുകളുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എം ടി സെറ്റ് വരും, മൊത്തത്തിലുള്ള സെറ്റ് വരും. പിന്നെ ഏതൊക്കെയാണ്? 1 എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ആണ്, 2 എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ആണ്, 3 എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ആണ്, 1 2 ഒരു സബ്സെറ്റ് ആണ്, 2 3 ഒരു സബ്സെറ്റ് ആണ്, 1 3 ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് പി ഓഫ് എ എന്ന് പറയുന്നത്. അതായത് സബ്സെറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് അതിന്റെ കളക്ഷൻ എടുക്കുന്നതാണ് എന്ത്? പി ഓഫ് എ. സോ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? രണ്ട് സെറ്റുകൾ ഉണ്ട്, എയും ബിയും. അതിന്റെ ഇന്റർസെക്ഷന്റെ പവർ സെറ്റ് എന്ന് പറയുന്നത് പവർ സെറ്റ് ഓഫ് എയുടെയും പവർ സെറ്റ് ഓഫ് ബിയുടെയും ഇന്റർസെക്ഷൻ ആണ്. അല്ലെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബി. ഇത് രണ്ടും സെറ്റുകളാണല്ലോ അല്ലെ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റുകളുടെ ഒരു സെറ്റാണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബി എന്ന് പറയുന്നതും സെറ്റുകളുടെ സെറ്റാണ്. സോ രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണ് എന്ന് പറഞ്ഞാൽ മതി. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബി ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ സബ്സെറ്റ് ആണ്. ഇത് രണ്ടും പറഞ്ഞാൽ എന്തായി? നമുക്ക് വേണ്ടുന്ന സംഭവം ആയി. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബി എന്നാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെയുള്ള ഒരു എലിമെന്റ് എടുക്കുക. അതെവിടെ ഉണ്ടെന്ന് പറയാ, അതിവിടെയും ഉണ്ടെന്ന് പറയാ. ഓക്കെ, സോ നമ്മൾ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് മറ്റേതിന്റെ സബ്സെറ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തിരിച്ചും ആ ഒരു രീതിയിലാണ് പ്രൂവ് ചെയ്യുന്നത്. ഇനി ഒരു സെറ്റ് മറ്റേതിന്റെ സബ്സെറ്റ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു സെറ്റിലുള്ള ഒരു എലിമെന്റ് എടുത്തു, അത് അപ്പുറത്തെ സെറ്റിലും ഉണ്ട്. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷനിലുള്ള ഒരു എലിമെന്റ് എടുത്താൽ അത് ഇവിടെയും ഉണ്ടെങ്കിൽ എന്താണ്? ഇത് കംപ്ലീറ്റ് ആയിട്ട് എവിടെ ഉണ്ടാവും? ഏതൊരു എലിമെന്റ് എടുത്താലും അത് ഇവിടെ ഉണ്ടാവും. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കംപ്ലീറ്റ് ആയിട്ട് എവിടെ ഉണ്ടാവും? പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബിയിൽ ഉണ്ടാകും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു എലിമെന്റ് എടുക്കുക, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിലെ എലിമെന്റ്. ഇനി നോക്കുക, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് സെറ്റുകളുടെ സെറ്റാണ് അല്ലെ. ഇവിടെ നോക്കുക, ഇതൊക്കെ സെറ്റുകളുടെ സെറ്റാണ്. സോ നമ്മളൊരു ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ് എ ഇന്റർസെക്ഷൻ ബിയിലുള്ള എലിമെന്റ് ആയിട്ട് എടുക്കുന്നത്. എക്സ് ബിലോങ്സ് ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് എ ഇന്റർസെക്ഷൻ ബിയുടെ സബ്സെറ്റുകളാണ് എവിടെ ഉണ്ടാവുക? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവുക. വിച്ച് മീൻസ് എന്താണ്? എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് സബ്സെറ്റ് ഓർ ഈക്വൽ ടു, വേണമെങ്കിൽ നിങ്ങൾക്ക് വെറും സബ്സെറ്റ് എന്ന് നോട്ടേറ്റ് ചെയ്യാം. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, പി ഓഫ് എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി, വിച്ച് ഇംപ്ലൈസ് എ ഇന്റർസെക്ഷൻ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയുടെയും സബ്സെറ്റ് ആയിരിക്കും. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിനെയാണ് പറയുക അല്ലെ. അതായത് ഒരു സെറ്റ് എ എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടെങ്കിൽ എയിലും ഉണ്ട് ബിയിലും ഉണ്ട്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ എക്സ് എയുടെയും സബ്സെറ്റ് ആയിരിക്കും, എക്സ് ബിയുടെയും സബ്സെറ്റ് ആയിരിക്കും. സോ എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആൻഡ് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എയും ആണ്, എക്സ് ഇസ് സബ്സെറ്റ് ഓഫ് ബി ആണ്. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. എക്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ, അതായത് ഇവിടെ നോക്കുക, എ ഇന്റർസെക്ഷൻ ബി ഇതിലുള്ള ഒരു സബ്സെറ്റ് ആണെങ്കിൽ ഇവിടെ നോക്കുക, ഇതാണ് എ, ഇതാണ് ബി. എയുടെയും ബിയുടെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് എക്സ് എങ്കിൽ അത് ഏതൊരു സബ്സെറ്റ് ആണ്? എയുടെ സബ്സെറ്റ് ആണ് അല്ലെ. എക്കകത്തും വരുന്നുണ്ട്, ബിക്കകത്തും ഒരു സബ്സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ എക്സ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എക്സ് എയുടെയും സബ്സെറ്റ് ആണ്, എക്സ് ബിയുടെയും സബ്സെറ്റ് ആണ്. അതായത് എക്സ് ബിലോങ്സ് ടു
പി ഓഫ് എ അല്ലെ പവർ സെറ്റിൽ വരും അല്ലെ പവർ സെറ്റ് എന്നല്ല ഇതിനെ പറയുന്നത് സബ്സെറ്റുകളുടെ കളക്ഷനെ പറയുന്നത് എന്താണ് പവർ സെറ്റ് എന്നാണ് സോ എക്സ് എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെങ്കിൽ അത് ഇത് ഏതിൽ വരും പി ഓഫ് എയിൽ വരും സോ എക്സ് ബിലോങ്സ് ടു പി ഓഫ് എ ഇവിടെ നൊട്ടേഷൻ ചേഞ്ച് ആവുന്നത് ശ്രദ്ധിക്കുക ഇതെന്തായിരുന്നു എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി അതായത് എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് ബി വിച്ച് ഇംപ്ലൈസ് എക്സ് എന്ന് പറയുന്ന എവിടെ ഉണ്ടാവും ഇത് ബിലോങ്സ് ടു എന്നുള്ളതാണ് ഇത് സബ്സെറ്റ് ഓഫ് എന്നുള്ളതാണ് സോ എക്സ് എഗെയിൻ ഇവിടെ എന്ത് കൊടുക്കാൻ പാടില്ല എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് കൊടുക്കാൻ പാടില്ല എക്സ് ഇപ്പൊ എവിടെയായി ഇവിടെ ബിലോങ് ചെയ്യുന്ന ഒരു എലിമെന്റ് ആണ് ഇപ്പം അല്ലെ എയുടെ സബ്സെറ്റ് ആയിരുന്നു എക്സ് എന്ന് പറയുന്നത് ഇപ്പം സപ്പോസ് ഇതാണ് എക്സ് എങ്കിൽ എക്സ് സബ്സെറ്റ് ഓഫ് എ ആയിരുന്നു പക്ഷെ എന്താണ് എക്സ് ഇസ് എൻ എലിമെന്റ് ഇതിപ്പോ ഒരു എലിമെന്റ് ഇൻ പി ഓഫ് എ ആണ് ഇൻ പി ഓഫ് എ സോ എക്സ് ബിലോങ്സ് ടു പി ഓഫ് എ ആൻഡ് എക്സ് ബിലോങ്സ് ടു എന്താണ് പി ഓഫ് ബിയും ആണല്ലോ എക്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആണ് എക്സ് സബ്സെറ്റ് ഓഫ് ബി ആണ് സോ എക്സ് ബിലോങ്സ് ടു പി ഓഫ് എ എക്സ് ബിലോങ്സ് ടു പി ഓഫ് ബി ഇനി ഒരു എലിമെന്റ് ഒരു സാധനം എ എന്ന് പറയുന്നത് ബോത്ത് എയിലും ഉണ്ട് ബിയിലും ഉണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടാവും അല്ലെ ഇന്റർസെക്ഷനിൽ ഉണ്ടാവും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് സോ രണ്ട് സെറ്റിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റർസെക്ഷനിലും ഉണ്ടാവും സോ എക്സ് ബിലോങ്സ് ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബി ഓക്കെ അപ്പം പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബിയിലുണ്ട് അപ്പം ഒരു റാൻഡം ആയിട്ടുള്ള ഒരു എലിമെന്റ് എടുത്തു അത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട് എന്നെടുത്തു ഓക്കെ റാൻഡം ആയിട്ട് എലിമെന്റ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിൽ എടുത്തു അപ്പൊ അത് എവിടെ ഉണ്ടെന്ന് കിട്ടി പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബിയിലുണ്ട് എന്ന് കിട്ടി വിച്ച് ഇംപ്ലൈസ് എന്താണ് വിച്ച് ഇംപ്ലൈസ് എന്താണ് ഫോർ എക്സാമ്പിൾ നമ്മൾ എയിൽ ഒരു എലിമെന്റ് എടുത്തു അത് ബിയിലും ഉണ്ടെങ്കിൽ എയിലുള്ള ഒരു എലിമെന്റ് എടുക്കുമ്പോൾ അതൊക്കെയും ബിയിൽ ഉണ്ടെങ്കിൽ എ എന്തായിരിക്കണം സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കണം which implies P of A intersection B is a subset of P of A intersection P of B. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഈക്വൽ ടു എന്നാണ് അപ്പൊ നമ്മൾ നേരെ തിരിച്ചും എന്ത് ചെയ്യും പ്രൂവ് ചെയ്യും P of A intersection P of B എവിടെയുണ്ട് എന്ന് പറയും P of A intersection B ഉണ്ടെന്ന് പറയും which means നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ് P of now to prove P of A intersection P of B is a subset of P of A intersection B. ഇതും കൂടെ പ്രൂവ് ചെയ്താൽ നോക്കാം എ ബിയിലുമുണ്ട് ബി എയിലുമുണ്ട് അപ്പൊ രണ്ടും എന്താവണം ഈക്വൽ ആണ് അല്ലെ എ ബിയിലും ഉണ്ട് ബി എയിലും ഉണ്ടാവണമെങ്കിൽ എന്താവണം രണ്ടും ഈക്വൽ ആണ് അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവില്ല സബ്സെറ്റ് ആവില്ല സോ നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പം പ്രൂവ് ചെയ്തത് എന്താണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബി എന്നുള്ളതാണ് ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബി ഇസ് എ സബ്സെറ്റ് ഓഫ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ് സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബി സബ്സെറ്റ് ഓഫ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു എലിമെന്റ് എടുക്കുക എക്സ് അത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി സോ എക്സ് ബിലോങ്സ് ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബി ഒരു ഇന്റർസെക്ഷനിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും രണ്ടിലും ഉണ്ടാവും പി ഓഫ് എ ആൻഡ് എക്സ് ബിലോങ്സ് ടു പി ഓഫ് ബി അല്ലെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് പി ഓഫ് എയിലും പി ഓഫ് ബിയിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ട് മീൻസ് എന്താണ് പി ഓഫ് എയിലും ഉണ്ട് പി ഓഫ് ബിയിലും ഉണ്ട് വിച്ച് ഇംപ്ലൈസ് എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ അല്ലെ പവർ സെറ്റിൽ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം എക്സ് സബ്സെറ്റ് ആയിരിക്കണം എയുടെ പവർ സെറ്റിൽ എക്സ് ഉണ്ട് മീൻസ് എന്താണ് എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കണം എക്സ് ആൻഡ് എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആസ് വെൽ ഇനി എക്സ് എയുടെയും സബ്സെറ്റ് ആണ് ബിയുടെയും സബ്സെറ്റ് ആണ് അപ്പൊ എന്തായിരിക്കും എക്സ് എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ അല്ലെ എക്സ് കോമൺ ആയിട്ട് എയിലും ഉണ്ട് ബിയിലും ഉണ്ട് അപ്പൊ ഇന്റർസെക്ഷനിൽ ഉണ്ടാവും വിച്ച് ഇംപ്ലൈസ് എക്സ് എന്ന് പറയുന്നത് ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇനി എക്സ് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ പവർ സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിൽ എന്തുണ്ടാകും എക്സ് ഉണ്ടാകും ഓക്കെ അപ്പം നോക്കാം എക്സ് എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എന്താണ് പവർ സെറ്റിൽ ഉണ്ടാവും ഓക്കെ എയുടെ സബ്സെറ്റ് ആയിട്ടുള്ള എലിമെന്റ്സ് ഒക്കെ എവിടെ ഉണ്ടാവും പവർ സെറ്റിൽ ഉണ്ടാവും സോ ഇവിടെ എക്സ് എന്ന് പറയുന്ന എ ഇന്റർസെക്ഷൻ ബിയുടെ സബ്സെറ്റ് ആവുമ്പം എക്സ് എവിടെ ഉണ്ടാവും പവർ സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവും സോ എക്സ് നമ്മൾ
ഇവിടെ ഉണ്ട് എന്ന് എടുത്തപ്പം അത് എവിടെ ഉണ്ട് എന്ന് കിട്ടി, ഇവിടെയും ഉണ്ട് എന്ന് കിട്ടി. അതായത് ഈ സാധനം കംപ്ലീറ്റ് ആയിട്ട് എന്തിൽ ഉണ്ടാവണം? ഈ റാൻഡം ആയിട്ട് ഒരു എലിമെന്റ് എടുത്തപ്പം കണ്ടില്ലേ, റാൻഡം ആയിട്ട് ഒരു എലിമെന്റ് ഒരിടത്തു നിന്ന് എടുത്തപ്പം അത് മറ്റൊരിടത്തും ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? അത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടെയ്ൻഡ് ആയിരിക്കണം. സോ വി ഗെറ്റ് P of A intersection P of B is a subset of P of A intersection B എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. ഇത് നമുക്ക് ഫസ്റ്റ് കിട്ടിയതാണ്, ഇത് നമുക്ക് രണ്ടാമത് കിട്ടിയതാണ്. ഒരു സെറ്റ് എ സബ്സെറ്റ് ഓഫ് ബിയുമാണ്, ബി സബ്സെറ്റ് ഓഫ് എയും ആവണമെങ്കിൽ എന്തായിരിക്കണം? എ ബിയിലുണ്ട്, ബി എയിലുണ്ട്. എപ്പോഴേ നടക്കുള്ളൂ? രണ്ടും ഈക്വൽ ആയാലും മാത്രമേ നടക്കുള്ളൂ. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് ബി എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.